മോഹൻലാൽ നായകനായ റോഷൻ ആൻഡ്രൂസിന്റെ ഇവിടം സ്വർഗമാണ് സിനിമ ഓർമ്മയില്ലേ? എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ കേരളത്തിൽ പിടിമുറുക്കുന്നത് എന്ന് ചിത്രം കൃത്യമായി വരച്ചിട്ടിരുന്നു. പഴയ രേഖകളുടെ ഒരു ഭാഗം നശിപ്പിക്കാൻ ചിലതിനെ കരുവാക്കി വ്യാജ സീലും ഒപ്പുകളുമൊക്കെയായി റവന്യൂ അധികൃതരും ബിസിനസ്സുകാരും ഒത്തുകളിച്ച് ഭൂമി തട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ ആ ചിത്രത്തിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. KSFE-യുടെ വിവിധ ശാഖകളിൽ നിന്നായി വ്യാജ വായ്പകളിലൂടെ 7 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണം വ്യാപിക്കുമ്പോൾ പുറത്തുവരുന്നത് വലിയ മാഫിയയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. കുന്നിൻ പ്രദേശങ്ങളിലും ഉൾനാടുകളിലുമുള്ള വില കുറഞ്ഞ ഭൂമി കണ്ണായ സ്ഥലത്തുള്ളതെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. ആധാരം, കൈവശരേഖ, ലൊക്കേഷൻ സ്കെച്ച്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു. ഇതിനായി തഹസിൽദാർ വരെ പങ്കാളിയായ വലിയ ഒരു ടീമും ഇവർക്കുണ്ടായിരുന്നു. 2022 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. KSFE കോഴിക്കോട് ടൗൺ ഈങ്ങാപ്പുഴ ബ്രാഞ്ചിൽ നിന്നായി 7 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നത്. മഞ്ചേരി സ്വദേശി നിയാസ് അലി, മഞ്ചേരി നറുകര നാദിർ, അരീക്കോട് കവനൂർ നിസാറുദ്ദീൻ, പയ്യനാട് ഷാനവാസ്, മലപ്പുറം ഉതിരംപോയിൽ ഷാജി എന്ന ഷാജഹാൻ, റിട്ടയർ തഹസിൽദാർ പയ്യോളി സ്വദേശി പ്രദീപ് കുമാർ, സുൽത്താൻ ബത്തേരി സ്വദേശി ഹാരിസ്, മഞ്ചേരി സ്വദേശി അനീഷ് റാഷിദ് എന്നിവരാണ് ഈ വായ്പാ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ പ്രതികൾ. KSFE ചിട്ടിക്ക് ഈടായും വായ്പയ്ക്ക് ജാമ്യമായും പ്രതികൾ വ്യാജ റവന്യൂ രേഖകൾ നിർമ്മിച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. ഈങ്ങാപ്പുഴ ബ്രാഞ്ചിൽ പോലീസ് ചാർജ് ചെയ്ത 12 കേസുകളിലായി 20 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓരോ കേസിലും 70 സാക്ഷികളും 1200 പേജ് വീതമുള്ള കുറ്റപത്രവുമാണ് താമരശ്ശേരി SI VK റസാഖ്, SPOമാരായ AK രതീഷ്, PK ലിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി താമരശ്ശേരി കോടതിയിൽ സമർപ്പിച്ചത്. കുന്നിൻ പ്രദേശങ്ങളിലും ഉൾനാടുകളിലുമുള്ള വില കുറഞ്ഞ ഭൂമി കണ്ണായ സ്ഥലത്തുള്ളതെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ തയ്യാറാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. ആധാരം, കൈവശരേഖ, ലൊക്കേഷൻ സ്കെച്ച്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമായി നിർമ്മിച്ചു. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ സീലും വ്യാജമായി നിർമ്മിച്ചാണ് വായ്പാ തട്ടിപ്പ് നടത്തിയത്. ഭൂമിയുടെ വില നിർണയ കമ്മിറ്റിയിൽപ്പെട്ട ഒരു റിട്ടയർ തഹസിൽദാറും ഈ കേസിൽ പ്രതിയാണ്. നിർധനരായ വ്യക്തികൾക്ക് ചെറിയ തുകകൾക്ക് കമ്മീഷൻ നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. പ്രതികളിൽ ഒരാളായ നിസാറുദ്ദീന്റെ പേരിൽ കോഴിക്കോട് നോർത്ത് ബീച്ചിനടുത്ത് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് തട്ടിപ്പിന്റെ ഗൂഢാലോചന നടന്നത്. ഈങ്ങാപ്പുഴ KSFE ശാഖയിൽ നിന്ന് 11 ചിട്ടി വായ്പയും വ്യക്തിഗത വായ്പയായ 1.79 കോടി രൂപയും പ്രൈസ് മണിയായി 15 ലക്ഷം രൂപയും ഉൾപ്പെടെ 1.9 കോടി രൂപയാണ് പ്രതികൾ കൈവശപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു.